ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. അതായത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതും എന്നാൽ എൻ്റെ ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലും ആവുമെന്ന് വിചാരിച്ചതുമായിട്ടൊരു കാര്യമാണ്. അതായത് നമ്മൾ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തും കോളേജിൽ പോകുന്ന സമയത്തും കുറച്ച് അമ്മമാരും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രായമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഒരു 30ക്ക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ ബസ്സിൻ്റെ സൈഡിൽ ഇരുന്ന് സ്ത്രീകൾ ഉറങ്ങാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലത്തെ ബസ്സിലും തിരിച്ച് ഞാൻ ട്രെയിനിൽ വരുമ്പോഴും അവർ വീട്ടിലെത്തി വൈകുന്നേരം പോകുമ്പോൾ കറിക്കരിഞ്ഞ് കൊണ്ടുപോകുന്ന രീതിയെ കാണാം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പം ഞാൻ ചോദിക്കും, ഇതാണ് അപ്പോൾ ഇത്രയും വർക്ക് ലോഡ് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഞാൻ 30സിലൊക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യെസ്, അവരുടെ ആ ഉറക്കത്തിൻ്റെ കഷ്ടപ്പാടും ക്ഷീണവും എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ലേറ്റസ്റ്റ് ഇത് പറയാൻ തന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഇപ്പം വന്നിട്ടുണ്ട്. അതായത് ഈ ലോകത്തിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഏത് കൺട്രിയാണെന്ന് നോക്കിയപ്പം നമ്മൾ ഇന്ത്യക്കാരാണ് കേട്ടോ. ഫസ്റ്റ് നിൽക്കുന്നത് നമ്മളാണ്. അപ്പം അതെന്തുകൊണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവാൻ കാരണം തന്നെ അവർക്കൊരു ഇൻ്റർവെൽസ് അല്ലെങ്കിൽ ഒരു ഇടവേള അല്ലെങ്കിൽ ഒരു സമയം അവരുടെ ശരീരം ഒന്ന് നോക്കാനോ അവരെ സ്വന്തമായിട്ട് നോക്കാനോ അവർക്കൊരു ദിവസവും സമയമില്ല. അപ്പം അതിനർത്ഥം എന്താ? അതായത് രാവിലെ എണീക്കുന്നു, എല്ലാ വീട്ടിലെ ജോലിയും ചെയ്യുന്നു, ഹസ്ബൻഡിനെയും കുട്ടീനെയും വിടുന്നു, അത് കഴിഞ്ഞിട്ട് അവർ കഴിക്കാതെയൊക്കെ അവരുടെ ജോലി സ്ഥലത്ത് പോകുന്നു, അവിടുത്തെ എല്ലാ പണികളും ചെയ്യുന്നു, വൈകുന്നേരം വീട്ടിൽ വന്ന് വീണ്ടും വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് കുട്ടികളെയും പഠിപ്പിച്ചാണ് മെജോറിറ്റി സ്ത്രീകളും, ഞാൻ മെജോറിറ്റി എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഫുള്ളെന്ന് പറയുന്നില്ല, കാരണം ഇതിൽ കുറേ ഒരു വ്യത്യാസങ്ങളുണ്ടാവും. ഹസ്ബൻഡ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും. മെജോറിറ്റി സ്ത്രീകളുടെയും ലൈഫ്. അപ്പം ഇതിൽ അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് അവർ എല്ലാ പണിയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എല്ലാത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു പോയിൻ്റ് അവർക്കുണ്ടാവില്ല. അയ്യോ, അത് ഞാൻ ചെയ്ത് ശരിയായോ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്ത് ശരിയായോ, അത് ആ കറി ഇന്ന് ഉണ്ടാക്കി കൊള്ളാമോ, അല്ലെങ്കിൽ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കി കൊള്ളാമോ എന്നൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. പിന്നെ ഞാൻ ഇന്ന് അവരെ നോക്കിയപ്പം ശരിയായോ, അല്ലെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുത്തപ്പം കറക്റ്റായോ, ഞാൻ മരുന്ന് കൊടുത്തതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്യൂരിയോസിറ്റീസ് അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്യൂരിയോസിറ്റീസൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവരൊക്കെ എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. ഞാൻ ചെയ്ത് ശരിയല്ല, ഞാൻ ചെയ്തത് അങ്ങനെയാണ്, ഞാൻ ചെയ്തത് ഇങ്ങനെയാണെന്നൊക്കെയുള്ളൊരു കാര്യം കൊണ്ട് അവർക്ക് ഒരിക്കൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ എത്താറില്ല. അപ്പം ഇതൊക്കെയാണ് അവരുടെ ഈ സ്ട്രെസ് ലെവൽ തന്നെ എൻഹാൻസ് ചെയ്യിക്കാൻ കാരണം. നിങ്ങൾ ആലോചിക്കുക, ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളിനി ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളാണ് വീട്ടിൽ ഫുഡ് ഉണ്ടെങ്കിൽ നിങ്ങളാണ് ആദ്യം കഴിക്കാൻ അതിൽ അർഹതപ്പെട്ടവർ. മനസ്സിലായാലോ? ആദ്യം ആഹാരം കഴിക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ന്യൂട്രീഷൻസ് നിങ്ങൾക്ക് കിട്ടട്ടെ. അതുമാത്രമല്ല, നിങ്ങളുടെ ശരീരം നിങ്ങൾ നോക്കാതെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾ ആര് നോക്കും? എല്ലാ സ്ത്രീകൾക്കും ഉള്ളൊരു ഇതാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും അയണും ടാബ്ലറ്റും ഒക്കെ കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം നിങ്ങളുണ്ടാക്കുന്ന ഫുഡൊന്ന് കഴിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള മെഡിസിൻസ് നിങ്ങളാദ്യം, അതായത് ഫുഡ് മെഡിസിൻസ് നിങ്ങളാദ്യം തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഹെൽത്തി ആയിരിക്കുമോ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വരും. ഒരു ഇൻഫോർമേഷൻ സ്റ്റോറിയാണിത്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ തോട്ടാണിത്. എന്തുകൊണ്ടൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാനിത് പറഞ്ഞില്ല എന്ന് തോന്നരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ബൈ, ടേക്ക് കെയർ.